ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ ഈ ഒരു ന്യൂസ് അധികം ആരും തന്നെ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ ടിക്ടോക്ക് ഹെൽത്ത് ട്രെൻഡ് എന്ന് പറയുന്നത് ഫൈബർ മാക്സിംഗ് ആണ്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഹെൽത്തി ആണെന്ന് തോന്നും, കാരണം ഫൈബർ എന്ന വാക്ക് ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട്. പക്ഷെ അത് അങ്ങനെ അല്ല. ഇന്നത്തെ ആളുകൾ അവരുടെ ആഹാരങ്ങളിൽ ഓട്സ്, പച്ചക്കറി, ചിയ സീഡ്സ് ഇതൊക്കെ വലിയൊരു ഹൈ അമൗണ്ടിൽ തന്നെ ഉൾപ്പെടുത്തി കഴിക്കും. കാരണം ഇത് വയറ് നിറഞ്ഞു നിൽക്കാനും അതുപോലെ ആഹാരത്തോടുള്ള അമിതമായ ആസക്തി കുറയ്ക്കാനും നമ്മുടെ ഡൈജഷനെ സുഗമമാക്കാനും സഹായിക്കും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ഇത് അധികം കഴിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമുണ്ടാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് അധികം കഴിച്ചാൽ നമുക്ക് ബ്ലോട്ടിംഗ്, അതുപോലെ അസ്വസ്ഥത ഇതൊക്കെ ഉണ്ടാകാം. മുതിർന്ന ഒരു മനുഷ്യന് ഒരു ദിവസം 25 മുതൽ 35 ഗ്രാം ഫൈബർ മതി. ഒരുപാട് പച്ചക്കറികൾ വാരി വലിച്ച് കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത്തരത്തിൽ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ വാരി വലിച്ചു കഴിക്കുന്നതാണ് ഈ ഫൈബർ മാക്സിംഗ് എന്നതുകൊണ്ട് ഈ ടിക്ടോക്കിലെ ട്രെൻഡിങ് ആയി ഇപ്പൊ നടക്കുന്ന കാര്യം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഫൈബർ മാക്സിംഗ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഹാക്ക് ആണോ, അല്ലെങ്കിൽ ടിക്ടോക്കിൽ വല്ലപ്പോഴും കണ്ടുവരുന്ന ഒരു ട്രെൻഡിങ് എന്ന രീതിയിൽ കണ്ട് അപ്പോഴേ എടുത്ത് മാറ്റിക്കളയാവുന്ന ഒന്നാണെന്നാണോ? എന്തായാലും താഴെ കമന്റ് ചെയ്യുക.